എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. തമ്പിക്കിട്ട് നല്ല 8ന്റെ പണി അബിയും സക്കീർ വക്കീലും ചേർന്ന് കൊടുക്കുന്നത്. തമ്പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. രാധാമണി വരസയുടെ കഥയാണ് അങ്ങോട്ട് പറയുന്നത്. രാധാമണി വരസയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് ഇരുന്നെടുത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം പണ്ട് 2 ചങ്ങാതിമാർ ചേർന്ന് ബിസിനസ് നടത്തിയതും ആ സമയത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി വന്ന് അയാളെ ക്രൂരമായിട്ട് അവരെ ബലാത്കാരം ചെയ്തു. അതിനുശേഷം അവരവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് ആ ഓർഫനേജ് ചെന്നിട്ട് അവരുടെ മനോനില തെറ്റിച്ച കാര്യങ്ങൾ വരെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തമ്പി ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഈ സമയം വക്കീൽ ചോദിച്ചു, അല്ല ഇപ്പൊ തമ്പിക്ക് എന്തേലും ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന് ചോദിക്കുക. ആദ്യമാണ് രാധാമണി വരസയുടെ ആ പഴയ ഫോട്ടോ കാണിച്ചായിരുന്നു. തമ്പി ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആ സമയത്താണ് ഈ കഥയും കൂടെ ഇത് കേട്ടത്. അബി പറഞ്ഞു, ഇപ്പോഴും തമ്പി സാറിന് അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയണം. പിന്നീട് അബി പറഞ്ഞു, അതെ അന്ന് ആ റേപ്പ് ചെയ്യപ്പെട്ട ആ സ്ത്രീയെ പ്രഗ്നന്റ് ആയിരുന്നെന്ന്, അവർക്കൊരു കുഞ്ഞു പറന്നെന്ന് പറയണം. ഒരു ആൺകുഞ്ഞ് പറന്ന് പറയണം. ആൺകുഞ്ഞെന്നാ പറയുന്നത്, പക്ഷെ പെൺകുഞ്ഞാന്ന് പറഞ്ഞില്ല. ജാനകിയാന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലോ. അങ്ങനെ എന്തേലും അറിഞ്ഞിട്ട് കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ആൺകുഞ്ഞാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സമയം തമ്പി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, അതെ വഴിയെ ഇനി തമ്പിക്ക് മനസ്സിലായിക്കോളും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും രാധാമണി വാട്സയുടെ മോന് അച്ഛനെ അന്വേഷിച്ചിറങ്ങി തിരിച്ചിട്ടുണ്ട്. അതെന്താണ് കറങ്ങിത്തെറ്റി അവസാനം തമ്പിയുടെ അരികിൽ തന്നെ വരുമെന്ന് പറയണം. അപ്പം ഈ ഒരു സന്തോഷ വാർത്ത പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്പി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. വീട്ടിൽ വന്ന് വേണേ പറയായിരുന്നു. പക്ഷെ വീട്ടിലെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, ഇനി എങ്ങാനും മോള് വന്നാലും മോള് ഈ അവിഹിത കഥ അറിയുമല്ലോ. അതുകൊണ്ടാ തമ്പിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഈ രാധാമണി വാരസൻ ആരാന്നുള്ള കാര്യം. തമ്പി എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങളിതൊന്നും അറിയത്തില്ലെന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം. തമ്പിയുടെ മുഖത്ത് ചോരമയില്ലാത്തൊരവസ്ഥ, വിളറി വെളുത്തു. കുടിച്ച മദ്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയൊരു പ്രതീതിയായിരുന്നു തമ്പിക്കുണ്ടായിരുന്നേ. തമ്പി പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്ന്. ഇത് കേട്ടതും അബി പറഞ്ഞു, എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ. ഇതൊക്കെ അറിയാനായിട്ട് അധികം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല തമ്പി സാറേ. ഇത്രയും കാലം ഞങ്ങളിതൊക്കെ മറച്ചു വെച്ചിരുന്നില്ലേ. എന്തുകൊണ്ടാ തമ്പി സാർ എത്ര അങ്ങോട്ട് കത്തിക്കയറും എന്നറിയാൻ വേണ്ടിയിട്ടാ. എന്താണല്ലോ ഇപ്പം അതിനൊക്കെ ഒരു അവസാനമായിട്ടിരിക്കുക. ഇനി അങ്ങോട്ട് സ്കോർ ചെയ്ത് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു സമയം വേണ്ട എന്ന് സ്കോർ ചെയ്യാനായിട്ട്. ഇപ്പം ഞങ്ങളുടെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്, ഞങ്ങൾ അടിക്കും എന്ന് പറയണം. ഇത് കേട്ട തമ്പി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. തമ്പിക്ക് അത് അംഗീകരിക്കാനും പറ്റില്ല, അംഗീകരിക്കാനും പറ്റാത്തൊരവസ്ഥ. പിന്നീട് തമ്പി ചോദിച്ചു, നിങ്ങളിത് എവിടെ നിന്ന് അറിഞ്ഞെന്ന് ചോദിക്കാം. ഞങ്ങൾ അറിഞ്ഞ എവിടെ നിന്നേലും ആട്ടെ. തമ്പി സാറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ. തമ്പി സാറിന് ഇനിയിപ്പോൾ ഒരു മോളെ കൂടാതെ ഒരു മോനും കൂടെ ഉണ്ട്. മിക്കവാറും മോനും കൂടെ വരും. അങ്ങനെ പഠനനിലത്ത് തമ്പിക്ക് ഇനിയിപ്പം ഒരു മോനും കൂടെ ഉണ്ടെന്നുള്ള വാർത്ത ചൂടപ്പം പോലെ എന്താണേലും വിറ്റഴിയാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം തമ്മിയും ഞെട്ടി. അതെ ഇനിയിപ്പം വലിയ ബിസിനസ്സുകാരൻ ആളൊക്കെ അല്ലേ, അതുകൊണ്ട് ന്യൂസ് ചാനലൊക്കെ ഇത് കേമമായിട്ട് എടുക്കുമായിരിക്കും എന്ന് പറയണം. തമ്പിക്ക് സമനിലയേറ്റി പോയി എന്താ മറുപടി പറയേണ്ടത്. തമ്പി ഒന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങളിത് ആരോടൊന്നും പറയില്ലെന്ന് പറയണം. ഞങ്ങൾ ആരോടും ഒന്നും പറയില്ലെന്നാ. അതെങ്ങനെ ഇരിക്കും തമ്പി സാറേ, പറയാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ. തമ്പി സാറാണെങ്കിലോ എൻ്റെ ഭാര്യ ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ട്, എങ്ങനെ എങ്ങോട്ടാ പോകണമെന്നൊക്കെ അന്വേഷിച്ച് നടക്കുമല്ലേ. അതിൻ്റെ വല്ല കാര്യമുണ്ടോ. തമ്പി സാറിൻ്റെ എന്തെങ്കിലും കാര്യം ഞങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ. ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് തമ്പി സാർ ഇങ്ങനെ വിലസി നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ. തമ്പി സാർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയണം. തമ്പിക്കിട്ട് വീണ്ടും പണി കൊടുത്തോണ്ടിരിക്കുക. അവസാനം തമ്പി പ്രേതത്തെ കണ്ടൊരവസ്ഥയായിപ്പോയി. പിന്നീട് വക്കീൽ പറഞ്ഞു, ഇനി നമുക്ക് പോയേക്കാം അഭിമാനെ വരാൻ പറയണം. തമ്പി സാർ റെസ്റ്റ് എടുത്തോ ഇവിടെ ഇരുന്ന്, ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ പോയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ്. ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി തമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അപർണ തമ്പിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ടാണെങ്കിൽ തമ്പി ഒട്ട് കോളും എടുക്കുന്നില്ല. അപർണയ്ക്ക് ടെൻഷനായി. ഈ പറയുന്ന അബിയും വക്കീലും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കുന്നത് തൻ്റെ അച്ഛനെ വല്ല ചെയ്യാനാണോ, കിഡ്നാപ്പ് ചെയ്തിട്ട് എന്തേലും ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് അപർണയ്ക്ക് ടെൻഷൻ കേട്ട് രക്ഷയില്ല. പിന്നീട് വസുന്ധരയെ വിളിക്കുകയാണ്. വസുന്ധരയെ വിളിച്ചിട്ട് അച്ഛൻ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇല്ല മോളെ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് പറയാം. ക്ലബിലൊക്കെ പോയിട്ടില്ല നിൻ്റെ അച്ഛൻ വരുള്ളൂ. എന്താ മോളെന്ന് ചോദിക്കുക. ഒന്നുമില്ല, അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ടെൻഷൻ അടിക്കും, വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നോർത്തോണ്ട് അപർണ ഇങ്ങനെ ആലോചിച്ചു. അല്ല ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോയെന്ന് പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ, ചിലപ്പോൾ അവിടെ കാണുമല്ലോ, പറയാൻ പറ്റില്ല. അപ്പം തന്നെ അപർണ എന്ത് ചെയ്യുക, ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവേണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തമ്പി ഇരിക്കുകയാണ്. തമ്പിക്കാണ് സമനില ഏറ്റുപോലെ തോന്നി. ഈ സമയം അപർണ എന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല,
അച്ഛന് എന്തു പറ്റി? അച്ഛൻ എന്തോ കണ്ടു ഭയന്നത് പോലെ ഉണ്ടല്ലോ, കാര്യം എന്താന്നൊക്കെ ചോദിക്കണം. ഒന്നുമില്ല മോളെ എന്ന് പറയാ. ഇതെന്താ കാര്യം എന്ന് പറയാൻ പറ്റുമല്ലോ. അല്ല, ആ അബി സക്കീർ വക്കീലൂടെ വന്നില്ലേ, അവരെന്താ പറഞ്ഞേ? അവരെന്തേലും പറഞ്ഞോന്നൊക്കെ ചോദിക്കുവോ? അവര് വരൂന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ അവര് വന്നില്ല എന്ന് പറയണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ എന്തിനാ വന്നേ, കാര്യങ്ങളൊക്കെ ചോദിക്കൂലേ. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നൊരു വക്കീല് പറഞ്ഞു ഇപ്പൊ തന്നെ വരാന്നൊക്കെ പറഞ്ഞു. അബി ഇപ്പൊ തന്നെ വരൂ എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ കുറെ സമയം നോക്കിയിട്ടും കണ്ടില്ല. അവസാനം സക്കീർ വക്കീൽ അങ്ങോട്ട് പോയെന്ന് പറയണം. എന്തോ അപർണയ്ക്ക് അത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപർണയ്ക്ക് മനസ്സിലായി അച്ഛൻ എന്തോ ഒരു വലിയ കെണിയിൽ പോയി പെട്ടിരിക്കണം. അച്ഛന് മുഖത്ത് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ തമ്പി അത് എന്താണെന്ന് പറഞ്ഞില്ല. തമ്പിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ലോ തൻ്റെ അവിഹിതത്തെക്കുറിച്ച്. പിന്നീട് അപർണ അങ്ങോട്ടേക്ക് പോകണം. അപർണയ്ക്ക് തമ്പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനം, ഇത് അപകടപ്പെടുത്തിയോ എന്നൊരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് തമ്പിയെ നോക്കാനായിട്ട് വന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് വേറെ ട്രിക്ക് കൂടെ ചെയ്തു അബിയും സക്കീർ വക്കീലും കൂടെ ചേർന്ന്. കാരണം അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, ഇതിനേക്കാളും വലിയൊരു ഇടിവെട്ടി പണി കൊടുക്കണമല്ലോ. അതിന് വേണ്ടി തന്നെ ഒരു പുതിയ സിം കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സിം കാർഡ് വെച്ചിട്ട് പണി കൊടുക്കാൻ തന്നെ വക്കീലും അബിയും കൂടെ തീരുമാനിക്കുകയാണ്. പിന്നീട് വക്കീൽ സൗണ്ടൊക്കെ മാറ്റി തമ്പിയെ വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിച്ച് കഴിയുമ്പോൾ തമ്പി നോക്കി പരിചയമില്ലാത്ത നമ്പർ, ഇതാരാ പോലും വിളിക്കണേ എന്ന് കരുതിയിട്ട് തമ്പി അത് കോൾ എടുക്കുകയാണ്. കോളത്തിന് ഹലോ എന്ന് പറയണം. പെട്ടെന്ന് ചോദിച്ചു എന്നെ മനസ്സിലായ അച്ഛാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി ഒരു നിമിഷം ഞെട്ടി. അച്ഛനോ? ആറര അച്ഛൻ? നീ ആറര എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് അങ്ങേ തലയ്ക്കുന്ന വക്കീൽ പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ, ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയെന്ന് ചോദിക്കുക. മറന്നുപോനോ? അതിന് നീ ആരടാ, എനിക്ക് നിന്നെ അറിയത്തില്ലോ എന്ന് പറയണം. അതെ, ഞാൻ രാധാമണി വാരിസരുടെ മോനാ, വിശ്വ എന്ന് പറയണം. രാധാമണി വാരിസർ ഇത്ര പെട്ടെന്ന് അച്ഛൻ മറന്നുപോയെന്ന് ചോദിക്കുക. ഒരു ഇടുത്തി വെട്ടിയ അവസ്ഥയായിപ്പോയി തമ്പിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താ അച്ഛാ, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വന്നേട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. തമ്പിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. കാരണം രാധാമണി വാരിസർക്ക് ഒരു മോനുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷെ അതിനേക്കാൾ ഇവർ വേറൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ തേടി വന്നിരിക്കുന്നു, വിശ്വം എന്നാണ് അവൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഓർത്ത് കഴിയുമ്പോൾ സമ്പയ്ക്ക് സമനിലായിരുന്ന പോലെ തോന്നി. പെട്ടെന്ന് അങ്ങേ തളിക്കുന്ന വക്കീൽ ചോദിച്ചു എന്താ അച്ഛൻ മിണ്ടാത്തെ, അച്ഛൻ എന്താണെന്നും പറയാത്തെ? എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടെന്ന് പറയണം. അതുകൂടെ കേട്ടുകഴിയുമ്പോഴത്തേനും തമ്പി പറഞ്ഞ് വെച്ചിട്ട് പോടാ ഫോണ്, എനിക്ക് ഇങ്ങനൊരു മകനൊന്നും ഇല്ലെന്ന് പറയാം. ഇങ്ങനൊന്നും പറയല്ല അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ അവിടെ വന്നാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാനങ്ങനെ വെറും കൈയോടെ തിരികെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും തമ്പി പേടിച്ചാണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലക്കിൽ അവയും വക്കീലും കൂടെ കിടന്ന് ചിരിക്കുകയാണ്. അവർക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി തമ്പി എന്താണ് പെട്ടെന്ന് തലപൊക്കത്തൊന്നുമില്ല. തമ്പിക്കിട്ടുള്ള പണി കിട്ടിക്കഴിഞ്ഞു, തമ്പിക്ക് സമാധാനമായി എന്ന് കരുതിയിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അവയുടെ ഫോണിലേക്ക് ജാനകിയുടെ കോള് വരികയാണ്. ജാനകി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുക. ഈ സമയം അബി അറിഞ്ഞ് പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, ഇനിയിപ്പം തമ്പിയുടെ ശല്യം നിനക്ക് ഉണ്ടാകത്തില്ലെന്ന് പറയണേ. ശല്യം ഉണ്ടാകത്തില്ല? അതെന്താ അബിയേട്ടാ? അതൊക്കെ വേണ്ട വിധം ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം തമ്പി സാറിന് കുറച്ച് ദിവസത്തേന് തല പൊക്കത്തില്ല, പേടിച്ചറിന്റെ മാളത്തിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയണേ. അതിന് മാത്രം എന്താ ചെയ്തതെന്ന് ചോദിക്കും. അതൊക്കെ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ ടെസ്റ്റ് ഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നീ എവിടെയാണെന്ന് അന്വേഷിച്ച് തമ്പി സാർ ഒരിക്കലും നിന്റെ പുറകെ വരത്തില്ല. അയാൾക്ക് അയാളുടെ സ്വന്തം കാര്യം നോക്കാൻ പോലും സമയം തികയത്തില്ലായിരിക്കും, പിന്നെയാണ് ഇനി നിന്റെ പുറകെ വരാൻ പോകുന്നത് എന്നൊക്കെ പറയണം. ജാനകിക്ക് സമാധാനമായി. പിന്നീട് ജാനകി പൊന്നൂസിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ് അപർണയെ സൂക്ഷിച്ചോണം, കാരണം പൊന്നൂസിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഈ വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് അബി വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് അപർണ വീട്ടിൽ വന്നിട്ട് വീണ്ടും തമ്പീനെ വിളിച്ചു. പക്ഷേ തമ്പിയാണ് കോലെടുത്തിട്ട് പേടിച്ചറിഞ്ഞ മട്ടിലാണ് സംസാരിക്കുന്നത്. അച്ഛന് എന്തു പറ്റിയെന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെ അബി അങ്ങോട്ടേക്ക് വരുമ്പോൾ അപർണ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അബിയെ കണ്ടതും അപർണ ചോദിച്ചു സത്യം പറ, നിങ്ങൾ അച്ഛനെ പേടിപ്പിച്ചോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അബി ചിരിച്ചു. നിന്റെ അച്ഛനെ പേടിപ്പിക്കാനാ? ഞാനിതിനെ പേടിപ്പിക്കണമെന്ന് ചോദിക്കാം. അല്ല, ഞാൻ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തോ കണ്ട് പേടിച്ച് പോയെന്ന പോലെ ഇരിക്കണേന്ന് പറയാം. ഓ, എന്നാ വല്ല പ്രേതത്തെ കണ്ട് കാണുമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടതും അപർണ പറഞ്ഞു പ്രേതത്തെ അല്ല, നിന്റെ അച്ഛൻ മുമ്പേ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അവർ വന്ന് തല്ലി, എൻ്റെ അച്ഛൻ വന്ന് തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി മിക്കവാറും അങ്ങനെ എന്താണല്ലോ അറിയത്തില്ല. നിന്റെ അച്ഛൻ എത്ര പേര് വന്ന് പ്രേതമായിട്ട് വന്ന് തല്ലുന്നുണ്ട് ആർക്കറിയാം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എൻ്റെ അച്ഛനെ എന്തോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ആബി പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, നിന്റെ അച്ഛനോട് നീ പോയി ചോദിക്കുക ഈ വിശ്വം ആരാന്ന്. ചിലപ്പം വിശ്വത്തെ കണ്ടിട്ട് പ്രേതം വന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും നിന്റെ അച്ഛൻ ഇങ്ങനെ പേടിച്ചണ്ടിരിക്കണമെന്ന് പറയണം. വിശ്വം അതാരാ? അതെ,
ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക, അച്ഛൻ നല്ല വ്യക്തതയോടെ പറഞ്ഞു തരുമെന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അപർണ ഒരു നിമിഷം ആലോചിക്കുക, വിശ്വ ആരാ, അങ്ങനെ ഒരു പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലോ, അച്ഛനോട് തന്നെ ചോദിക്കാം എന്ന് കരുതിയിട്ട് അപർണ ഫോൺ എടുത്ത് തമ്പിനെ വിളിക്കുകയാണ്. തമ്പിക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അച്ഛാ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ വിശ്വ ആരാന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും നെഞ്ചു പിളർക്കുന്ന പോലൊരു വേദന ഉണ്ടായി തമ്പിയുടെ മനസ്സിൽ. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ അപർണ തന്നോട് വിശ്വത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. രാധാമണി വയസ്സുടെ മോനാന്ന് എങ്ങനെ പറയണേ, അതോർത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. തമ്പി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലത്തെ ഫുൾ വിശേഷത്തിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇനി തമ്പിക്കിട്ട് ഇനി ഓരോ ദിവസം ഓരോ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത്രയും കാലം തമ്പിയുടെ കാലമായിരുന്നു, ഇനി ഇപ്പം വരാൻ പോകുന്ന അബിയുടെ ജാനകിയുടെ ഒക്കെ കാലമാണ്. അതിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.